അടുത്തത് ഗിൽബർട്ട്സ് ടെസ്റ്റ്. എങ്ങനെയാണ് ഗിൽബർട്ട് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് വെദർ ദ ഗിവൻ സിസ്റ്റം ഇസ് ഒബ്സർവബിൾ അതുപോലെ തന്നെ കൺട്രോളബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പം ഗിൽബർട്ട്സ് ടെസ്റ്റിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് തന്നിട്ടുള്ള സ്റ്റേജ് മെട്രിക്സ് യൂസ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കണം? ഏഗൺ വാല്യൂസ് കണ്ടുപിടിക്കാം. മാത്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് മെട്രിക്സിലൊക്കെ ഏഗൺ വാല്യൂസ് കണ്ടുപിടിക്കാം. സോ ആ ഏഗൺ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി വി യൂസ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലേ? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇതാണ്. ലാംഡ റെപ്രസെൻറ്റ് എന്താണ്? ഏഗണിനെയാണ്. ഏഗൺ വെക്ടറാണ് ലാംഡ എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ലാംഡ ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുന്ന മെട്രിക്സ് മൈനസ് സ്റ്റേറ്റ് വേരിയബിൾ മെട്രിക്സിൻ്റെ മോഡുലസ് എടുത്ത് ഈക്വൽ ടു 0 കൊടുക്കുക. ഈ ഇക്വേഷനാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. മോഡ് ലാംഡ I മൈനസ് ഈക്വൽ ടു 0. ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വി ഹാവ് ടു ഫൈൻഡ് ദി ഏഗൺ വാല്യൂസ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ ഏഗൺ വാല്യൂ യൂസ് ചെയ്തിട്ട് മെട്രിക്സ് എം എഴുതണം. ഇതിൻ്റെ ഫോർമാറ്റാണിത്. മെട്രിക്സ് എമ്മിൻ്റെത് 1 1 1 ലാംഡ 1 ലാംഡ 2 ലാംഡ 3 ലാംഡ 1 സ്ക്വയർ ലാംഡ 2 സ്ക്വയർ ലാംഡ 3 സ്ക്വയർ ഇങ്ങനെ എം കണ്ടുപിടിക്കാം. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ബി മെട്രിക്സ് ഉണ്ടല്ലോ. ബി മെട്രിക്സ് എന്താ? ഇൻപുട്ട് മെട്രിക്സ്. അതിൻ്റെ വേറെ ഒരു ഫോം കണ്ടുപിടിക്കുന്നു. വേർ ബി എന്ന് പറയുന്നത് അതിനെ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു ഈക്വൽ ടു എം ഇൻവേഴ്സ് ഇൻറ്റു ബി. ഈ കിട്ടിക്കുന്ന എം മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് മെട്രിക്സ് കാണുക. അതിനോട് നമ്മുടെ ആക്ച്വൽ ഇൻപുട്ട് വേരിയബിൾ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന മെട്രിക്സ് അതാണിത്. അതേപോലെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് കാണണം? സിൻ്റെ ഒരു ഇക്വലന്റ് മെട്രിക്സ് കണ്ടുപിടിക്കുക. വേർ ദാറ്റ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു സി. ഈ എം ഇൻറ്റു നമ്മുടെ ഔട്ട്പുട്ട് മെട്രിക്സ് വേരിയബിളിൻ്റെ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ എം ഇൻറ്റു സി കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനെ മെട്രിക്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ മെട്രിക്സിൽ ഒരു 0 എലമെൻറ്റും ഇല്ലെങ്കിൽ ദിസ് മെട്രിക്സ് കണ്ടെയ്ൻ നോ 0 എലമെൻറ്റ്സ്. 0 എലമെൻറ്റ്സ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ സിസ്റ്റം ഈസ് കൺട്രോളബിൾ. അതേപോലെ ഈ ഫോം ചെയ്യുന്ന സി മെട്രിക്സിലും 0 എലമെൻറ്റ്സ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ സിസ്റ്റം ഈസ് ഒബ്സർവബിൾ. ഓക്കെ, ഇതാണ് ഗിൽബർട്ട്സ് മെത്തേഡിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. അപ്പം ഇതാണ് തന്നിട്ടുള്ള എക്സാമ്പിൾ. ഇപ്പോൾ ഇത് ഓൾറെഡി മെട്രിക്സ് ഫോമിലാണ്. സോ ആ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം അല്ലേ? നേരത്തെ കാൽമാൻസിലേക്ക് നമ്മൾ ചെയ്ത എക്സാമ്പിളിലെ പോലെ മെട്രിക്സ് ആക്കി മാറ്റേണ്ട, ഓൾറെഡി മെട്രിക്സ് ഫോമിലാണ്. സോ ഇവിടെ തന്നിട്ടുള്ള മെട്രിക്സിൽ അല്ലേ ഇതാണ് നമ്മുടെ എ മെട്രിക്സ് അല്ലേ? ദിസ് ഇസ് എ മെട്രിക്സ്. ദെൻ ദിസ് ഇസ് ദി ബി മെട്രിക്സ് ആൻഡ് ദിസ് ഇസ് ദി സി മെട്രിക്സ്. ഇതാണ് സിയുടെ വാല്യൂ, ഇതാണ് എ മെട്രിക്സിൻ്റെ വാല്യൂ, ഇതാണ് ബി മെട്രിക്സിൻ്റെ വാല്യൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അവരെ എഴുതി വെക്കാം. എ എന്ന് പറയുന്നത് എന്താണ്? എ മെട്രിക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 1 0, ദെൻ 0 0 1, 0 -2 -3. ബിയുടെ വാല്യൂ 0 0 1 ആൻഡ് സിയുടെ വാല്യൂ 3 4 1 3 4 1 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? വി ഹാവ് ടു ഫൈൻഡ് ദി ഏഗൺ വാല്യൂ അല്ലേ? ഏഗൺ വാല്യൂ കണ്ടുപിടിക്കണം ബൈ യൂസിങ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. We have to find the value, eigen value, by using the characteristic equation, and the characteristic equation is endana modulus of lambda I minus a is equal to 0. Okay, അപ്പോൾ ഇത് ഇവിടെ അപ്ലൈ ചെയ്യാം. എന്താ ലാംഡ I എന്ന് പറഞ്ഞാൽ ലാംഡ വേരിയബിൾ ഇൻറ്റു ഐ മെട്രിക്സ്. എന്താ ഐ മെട്രിക്സ്? ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഇത് സൈസ് 3 × 3. സോ ഇത് നമുക്ക് 3 × 3 എടുക്കാം. 0 1 0 0 0 1 ആണ് ലാംഡ ഇൻറ്റു ഐ എന്ന് പറയുന്നത്. ഈ ലാംഡ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എല്ലാം ലാംഡയാവും അല്ലേ? ലാംഡ ലാംഡ, ബാക്കിയെല്ലാം 0 മൈനസ് ആരെ ചെയ്യുക? എ 0 1 0 0 0 1 ആൻഡ് 0 -2 -3. എന്നിട്ട് ഇതിൻ്റെ മോഡുലസും എടുക്കണം അല്ലേ? ഇതെന്ത് കിട്ടും? ലാംഡ മൈനസ് 0 ഈസ് ലാംഡ ഇറ്റ് സെൽഫ്. 0 - 1 ഇസ് -1. 0 - 0 0 0 - 0 0 ലാംഡ - 0 ലാംഡ. 0 - 1 -1 0 - 0 0 0 -2 is 2 and lambda -3 is lambda plus 3 എന്ന് കിട്ടും. ഇതിൻ്റെ മോഡുലസ് നമ്മൾ എന്തിനോട് ഇക്വേറ്റ് ചെയ്യുന്നു? 0നോട് ഇക്വേറ്റ് ചെയ്യാം ഈഗൺ കാണാൻ. അപ്പോൾ എന്ത് കിട്ടും? ലാംഡ ഇൻറ്റു ലാംഡ പ്ലസ് 3. ഇതെന്താ? മൈനസ് -1 ഇൻറ്റു 2 അല്ലേ? -1 ഇൻറ്റു 2 മൈനസ് ഈ വാല്യൂ ആണ്, ദാറ്റ് ഇസ് പ്ലസ്
1, ഇതും 0 ഇൻറ്റു വരും, ഇതും 0 ഇൻറ്റു, ദാറ്റ് ഈസ് 0, ഇതും 0 ആണ്, 0 വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് 3 ലാംഡ, ഈ മൈനസ് മൈനസ് പ്ലസ് അല്ലേ, പ്ലസ് 2 ഈക്വൽ ടു 0. അവിടെ നമുക്ക് എന്ത് കിട്ടും? ലാംഡ ഇസ് ഈക്വൽ ടു 0, ലാംഡ സ്ക്വയർ പ്ലസ് 3 ലാംഡ പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. ഇതിൻ്റെ വാല്യൂ എന്താണ്? ഇത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു -2 -1. ലാംഡയുടെ വാല്യൂ -2 -1. സോ നമുക്ക് എല്ലാ ഏഗൺ വാല്യൂസും കിട്ടി. എന്തൊക്കെയാണ് കിട്ടിയത്? ലാംഡ 1 ഇസ് ഈക്വൽ ടു 0, ലാംഡ 2 ഇസ് ഈക്വൽ ടു -2 ആൻഡ് ലാംഡ 3 ഈക്വൽ ടു -1 എന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് എഴുതണം? സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് വി ഹാവ് ടു ഫോം ദ മെട്രിക്സ് എം അല്ലേ. എം എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഫോം ചെയ്യണം. അതിനകത്ത് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 1 1 1, ലാംഡ 1 ലാംഡ 2 ലാംഡ 3, ലാംഡ 1 സ്ക്വയർ ലാംഡ 2 സ്ക്വയർ ലാംഡ 3 സ്ക്വയർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം 1 1 1, ലാംഡ 1 is 0, so ലാംഡ 1 square also will be 0, ലാംഡ 2 is -2. വേണ്ട, നമുക്ക് ലീസ്റ്റ് ആദ്യം എടുക്കാം. ഇവിടെ 1 കിടക്കട്ടെ, ഇവിടെ 2 കിടക്കട്ടെ കേട്ടോ. 1 then 2, sorry 1 then 2. അപ്പോൾ എന്ത് കിട്ടും? -1 then -2 -1 square and -2 square. ഇതാണ് എം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബി അല്ലേ. ബി മെട്രിക്സിനെ നമ്മൾ ബി ഇൻറ്റു എം ഇൻവേഴ്സ് ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എം ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എം ഇൻവേഴ്സ് ഏതൊരു മെട്രിക്സിൻ്റെയും ഇൻവേഴ്സ് എങ്ങനെ കാണണേ? അഡ്ജോയിൻ്റ് ഓഫ് ദാറ്റ് മെട്രിക്സ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ദാറ്റ് മെട്രിക്സ്. അഡ്ജോയിൻ്റ് ഓഫ് ദ മെട്രിക്സ് ബൈ മോഡുലസ് ഓഫ് മെട്രിക്സ്. അഡ്ജോയിൻ്റ് ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് കോഫാക്ടർ മെട്രിക്സ് ആണ് അല്ലേ. കോഫാക്ടർ ഓഫ് മെട്രിക്സ് എമ്മിൻ്റെ മെട്രിക്സിനെയാണ് നമ്മൾ അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ കോഫാക്ടർ മെട്രിക്സ് ഫോം ചെയ്യാം അല്ലേ. കോഫാക്ടർ മെട്രിക്സ് നിങ്ങൾക്ക് അറിയാലോ ഫോം ചെയ്യാൻ. എങ്ങനെയാണ് കോഫാക്ടർ മെട്രിക്സ് ഫോം ചെയ്യുക? ഇപ്പോൾ 1ൻ്റെ കോഫാക്ടറാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ 1 കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിനെയും റോയിനെയും ഒഴിവാക്കാം. ഈ 1 കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു റോയിനെയും ഈ ഒരു കോളത്തിനെ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കാം. ബാക്കിയുള്ള പോർഷൻ്റെ ഡിറ്റർമിനൻ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇപ്പോൾ തൽക്കാലം അഡ്ജോയിൻ്റ് ഓഫ് എം എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഫസ്റ്റ് വാല്യൂ എന്ത് കിട്ടും? -1 ഇൻറ്റു 4 ഇസ് -4 -2 ഇൻറ്റു 1 ഇസ് -2, ദാറ്റ് ഇസ് -4 പ്ലസ് 2 which is -2 -2. ഈ ആദ്യത്തെ വാല്യൂ അതുപോലെ എഴുതിയാൽ മതി. ഞാൻ അടുത്ത വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഏതാച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ കണ്ടുപിടിക്കുന്നത് കോഫാക്ടർ ഓഫ് ഈ 1 ആണെന്ന് വിചാരിക്കുക. ഈ 1ൻ്റെ ആണെങ്കിൽ ഈ 1 കണ്ടെയ്ൻ ചെയ്യുന്ന കോളം ആൻഡ് റോ വി ഹാവ് ടു അവോയ്ഡ് വാല്യൂസ്. ഈ 1 കണ്ടെയ്ൻ ചെയ്യുന്ന റോയിൻ്റെയും കോളത്തിൻ്റെയും വാല്യൂ എടുക്കണ്ട. ബാക്കിയുള്ള വാല്യൂസിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 0 ഇൻറ്റു 4 0 മൈനസ് 0 ഇൻറ്റു -2, 0 ഇൻറ്റു 4 മൈനസ് 0 ഇൻറ്റു -2 വിച്ച് ഇസ് 0. ഇനി ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ 0 ആണ്, സൈൻ ഒന്നും അവിടെ ഒരു വിഷയമല്ല. അല്ലെങ്കിൽ ഈ സെക്കൻഡ് വാല്യൂ നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ സൈൻ റിവേഴ്സ് ചെയ്തിട്ട് എഴുതണം. സൈൻ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഇപ്പോൾ 0 ആയതുകൊണ്ട് വിൽ നോട്ട് എഫക്റ്റ്. അതേപോലെ ഓരോന്നും കാണാം. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ചെയ്ത് നോക്കാം. ഇതിൻ്റെ കോഫാക്ടർ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ദിസ് 1 കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു റോയിനെയും ഈ ഒരു കോളത്തിൻ്റെയും വാല്യൂസ് അവോയ്ഡ് ചെയ്യുക. ബാക്കി ആരേ ഉണ്ടാവുള്ളൂ? ഇത്രയും പോർഷനേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാം. എന്താ? 0 ഇൻറ്റു 1 മൈനസ് 0 ഇൻറ്റു -1 വിച്ച് ഇസ് അഗെയിൻ 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അതേപോലെ ഇതിൻ്റെ കാണാം. ഇതിൻ്റെ കാണുമ്പോൾ എന്ത്? സൈൻ റിവേഴ്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ അതേപോലെ എഴുതാം, ഇതിൻ്റെ സൈൻ റിവേഴ്സ് ചെയ്യണം. അടുത്തതിൽ ഇത് അതേപോലെ എഴുതാം, ഇതിൻ്റെ സൈൻ റിവേഴ്സ് ചെയ്യുക. ഇത് ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലേ? ഞാനൊരു എളുപ്പവഴി പറഞ്ഞേ ഉള്ളൂ. എങ്ങനെയാണ് അഡ്ജോയിൻറ്റ് കാണാൻ പഠിച്ചിട്ടില്ലല്ലേ? അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് അഡ്ജോയിൻറ്റ് ഓഫ് ദ മെട്രിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഫസ്റ്റ് കണ്ടുവയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എം ഇൻവേഴ്സ് ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അഡ്ജോയിൻറ്റ് മെട്രിക്സ് ബൈ മോഡുലസ് -2 ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്താം? എം ഇൻവേഴ്സ് കിട്ടി. ഇനി നമുക്ക് ബീൻ്റെ അടുത്ത ഫോം കണ്ടുപിടിക്കാം. എന്താണ്? ബി എന്ന് പറയുന്നതിൻ്റെ ഈക്വലൻ്റ് നമുക്ക് കണ്ടുപിടിക്കാം. വാട്ട് വി വിൽ ഗെറ്റ് ഇസ് ദാറ്റ് എന്തായിട്ടാ? ബി എന്ന് പറയുന്നത് നമ്മൾ കണ്ടു എം ഇൻവേഴ്സ് ഇൻറ്റു ബി ആണല്ലേ. എം ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. എം ഇൻവേഴ്സ് ഇവിടെ കിട്ടി നമുക്ക് -1/2 ഇൻറ്റു
എന്തെടുക്കാം? -2 0 0, then -3 4 -1, -1 2 -1 into b 0 0 1. അപ്പോൾ എന്ത് കിട്ടും? -1/2 ഇൻറ്റു -2 ഇൻറ്റു 0 0 0 0 ഫുള്ള് 0 ആയി. -3 ഇൻറ്റു 0 0, ഇവിടെ ആകെ വരിക -1, ഇവിടെ ഇത് രണ്ടും 0, ബാക്കി -1. ഇപ്പം ബി ഇനി അവസാനം ഞാൻ എങ്ങനെയാണ് ഇത് കൺട്രോളബിൾ ഒബ്സർവബിൾ എന്ന് പറയാം. ഇപ്പോൾ ബി നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? സി കണ്ടുപിടിക്കുക. സി എന്ന് പറയുന്നത് എന്താ നമ്മൾ കണ്ടു? എം ഇൻറ്റു സി ആണ് അല്ലേ? എം ഇൻറ്റു സി ആണ്. എം ഇൻറ്റു സി ആണ്. എം എന്തായിരുന്നു നമ്മൾ റബ്ബ് ചെയ്തില്ലേ? ഓക്കെ, എം ഇൻറ്റു സി. എം സേഗണല്ലേ ഉള്ളൂ. 1 1 1, ദെൻ 1 മൈനസ് ഏഗൺ വാല്യൂ 1 -1 -2, ദെൻ 0 1 4 ആയിരുന്നു അല്ലേ? എം ഇൻറ്റു ദെൻ സി. സി ചെയ്യുമ്പോൾ എന്താ? അപ്പോൾ നമുക്ക് സി ബാർ എന്ന് പറയുന്നത് എന്ത് കാണാം? എം ഇൻറ്റു സി. ഇങ്ങനെ ഏതെങ്കിലും തെറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 × 1 is 3 + 0 0, ദാറ്റ് ഈസ് 3 കിട്ടും. ദെൻ 4 ഇത് ചെയ്യുമ്പോൾ 3 × 1 is എന്താ? 3 കിട്ടും. 3, ദെൻ 4 -4, ദെൻ 1 × 1 is +1. അപ്പോൾ എന്താ? 3 - 3 = 0 എന്ന് കിട്ടും അല്ലേ? 3 0 കിട്ടും. ദെൻ 1 × 1 1, ദെൻ 4 -8, 1 × 4 +4 എന്ത് കിട്ടും? -3 അല്ലേ? -3 എന്ന് കിട്ടും. അപ്പോൾ നോക്കുക, ഇതാണ് നമ്മളെ ബി ബാർ അല്ലെങ്കിൽ ബി ഹാഷ് എന്ത് വേണമെങ്കിൽ പറയാം. ബി ബാർ എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് ഇങ്ങനെ കിട്ടി. സി ബാർ എന്ന് പറയുന്ന മെട്രിക്സ് ഇങ്ങനെ കിട്ടി അല്ലേ? ഗിൽബർട്ട്സ് ടെസ്റ്റ് പറഞ്ഞപ്പോൾ ഉള്ള കണ്ടീഷൻ എന്തായിരുന്നു? നെസസറി കണ്ടീഷൻ ടു ബി ഒബ്സർവബിൾ ഓർ ടു ബി കൺട്രോളബിൾ എന്തായിരുന്നു? കൺട്രോളബിൾ ആവണമെങ്കിൽ ഈ ഫോം ചെയ്യുന്ന മെട്രിക്സിലെ ഒരു എലമെന്റ് പോലും 0 ആവരുത്. എങ്കിൽ മാത്രമാണ് കൺട്രോളബിൾ ആവുള്ളൂ. ഈ കിട്ടിയ ഉത്തരം നോക്കിയേ. ഫസ്റ്റ് എലമെന്റ് തന്നെ എന്താണ്? 0 ആണ്. സോ സിസ്റ്റം എന്തല്ല? കൺട്രോളബിൾ അല്ല. അതേപോലെ കിട്ടുന്ന സി മെട്രിക്സിലെ ഒരു എലമെന്റ് പോലും എന്താവരുത്? 0 ആവരുത്. എങ്കിൽ മാത്രമേ ഒബ്സർവബിൾ ആവുള്ളൂ. അപ്പോൾ ഈ സി ബാർ നിങ്ങൾ നോക്കി, ഇവിടെ ഒരു 0 ഉണ്ടല്ലേ? സോ ദ സിസ്റ്റം ഇസ് നോട്ട് ഒബ്സർവബിൾ. അപ്പോൾ ഇത് കൺട്രോളബിളും അല്ല, ഒബ്സർവബിളും അല്ല. ദ സിസ്റ്റം ഇസ് നോട്ട് ഈദർ കൺട്രോളബിൾ നോർ എന്ത് ഓർ ഒബ്സർവബിൾ. ഓക്കെ, ഇങ്ങനെയാണ് ഗിൽബർട്ട്സ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ വെദർ ദ സിസ്റ്റം ഇസ് കൺട്രോളബിൾ ഓർ ഒബ്സർവബിൾ എന്ന് ഓർ ബോത്ത് എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് വെച്ചാൽ ചോദിക്കാം.